എന്നാണ് അപ്പൊ പടക്കം പോലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മ വന്നിട്ട് രാശിന്റെ കമ്പി എടുത്താല് രാശിന്റെ കമ്പി ഭയങ്കര കമ്പിയാണ്. രാശേട്ട കമ്പി 1.5 കമ്പിയല്ലേ, നല്ല മോനില്ല. അപ്പൊ സംഭവം എന്ന് വെച്ചാല് മോനെ വേണ്ട ആ മോനെ വേണം. അപ്പൊ നമ്മ ഇന്ന് ഇതിനെ കൊണ്ട് കുത്തിയിട്ട് നമ്മളെ മരുന്നിനെ പിടിക്കാൻ പോകുന്ന വരാല്ലേ, കുത്തിരി അതിനെ കണ്ണുകൂട്ടിക്കല്. കൊറേ മരുന്നിനെ നമ്മൾ നോക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കിട്ടുമെന്ന് അറിയില്ല. രാവിലെ പോയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ രാശിന്റെ കമ്പി 1.5 കമ്പിയാണ്. ഏതാ കമ്പിയല്ലേ? കമ്പി 1.5 മോനിലും കടങ്ങി 700 ആക്കി നോക്കിട്ടാ എന്തോ ഒരു മോനിയും കമ്പിയും. കിട്ടില്ല കമ്പിയാണ്. അപ്പൊ ഇത് പോയിട്ട് നേരെ ഇന്ന് നമ്മൾ മരുന്നിനെ പിടിക്കാൻ പോയപ്പോ കൊയ്യം നമ്മളെ സ്ലിംഗ് ഷോട്ട് എടുത്തിട്ട് വരുന്നുണ്ടാവില്ലേ, അതിനപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട്. കൊയ്യം സ്ലിംഗ് ഷോട്ട് എടുത്ത് വരുന്നുണ്ട്. ബാക്കി അട്ടച്ച് എല്ലാവരും അപ്പുറത്തുണ്ട്. ആമലുണ്ട്, ചീച്ചുകൊണ്ടുണ്ട്, എല്ലാം ഉണ്ടല്ലോ അല്ലേ, എല്ലാരും ഉണ്ട്. അപ്പൊ നേരെ പോകുന്നത് മരുന്നിനെ പിടിക്കുന്നത്. കിട്ടിയ നല്ലൊരു ചട്ടിയിലാക്കാരം. അതിനെ കൂര നോക്കും നടക്ക് നോക്കല്ല നടക്ക്. ഇത് ലൈറ്റ് ഉണ്ടല്ലേ വാങ്ങിക്കാം. കണ്ട ഞാൻ പറഞ്ഞേ ഇന്നായത് മിലിറ്ററിക്കാരനാ പോസ് ഇറക്കിയിട്ടുണ്ട് നമ്മള്. കൊടുത്തു സാധനം എടുത്തു. കമ്പി താഴ്ത്തിട്ട് എടുക്കേണ്ടി വരും. ഇൻട്രോ പറഞ്ഞ് തീരിൽ കിട്ടലോ എന്താ സാധനം? അവിടെ അടിയം പൊന്തിക്കാനാണ്. ഇതാണ് അല്ല അതിന്റെ കമ്പിന്റെ തട്ടാടി നോക്ക്. പെരുമ്പാമ്പന്നല്ല എന്നാണല്ലായിരിക്കും. ഇൻട്രോ പറയല് സാധനം കിട്ടില്ല. ഇൻട്രോ പറഞ്ഞ് കിട്ടലും കിട്ടും തലക്കാ. അതാ ഹെഡ് ഷോട്ടാണ്, കൊയ്യന്റെ ഷോട്ട്. കൊയ് ഷോട്ട് ഈ കൈ ഊരിയാ അത് ഊരി തലശോട്ടാണ്. എന്താ സാധനം? കൈപ്പാമ്പാ? അവന് പിടിക്കുന്നുണ്ടാവല്ലേ? കൈപ്പാൻ പിടിക്കുന്നുണ്ടാ? പിടിച്ചോ, നല്ല മൂളിശം വെച്ചോ. കൊടുത്ത് രാവിലെ നേരത്തെ കുത്തുന്നേ. രാവിലെ മലിഞ്ഞിനെ കുത്താൻ പോകുന്നുണ്ട്. രാവിലെ നീല കീമ്പേ വിചാരിച്ചാ പോകും. മലിഞ്ഞി കുത്താൻ പഠിക്കും. അതിനെ കണ്ടിട്ട് കൂടി ഇല്ല, ഞാനും കൂടെ കണ്ടിട്ടില്ല. അതിന് പാമ്പായി പോയാ രാവിലെ. അത് എനക്കല്ല പെരുമ്പാവിന്റെ കുഞ്ഞേറ്റാ മതി. എന്നാടക്ക് രാവിലെ അതിനെ പിടിച്ചിട്ടേ വരുള്ളൂ രാവിലെ പറയുന്നത്. രാവിലെ കിട്ടുമോ രാവിലെ അതിനാ? രാവിലെ നോക്കിട്ടെ രാവിലെ കൊറേ. നീ പ്രതിമയാ എന്നാന്ന് ഓടിച്ചു വന്നിനാ. ബാ കേറ്. എങ്ങനെ കൊല്ലണ്ടയച്ചിട്ട് കിട്ടായിട്ടല്ല. ആ കേറ് വാ. പോ അയിപ്പ അതിന്റെ പാട്ടിക്ക് പോവും. അതന്നെ കിട്ടീനാ? കലങ്ങിയിട്ടുണ്ട്, കലക്കിട്ടുണ്ട്. എന്താ എന്നാ ഇവരെ നമ്മളെ രാവിലെ മലിഞ്ഞിപ്പെടുത്തും. പൊട്ടോ അടുക്കടക്ക് പോയി മഞ്ഞി പോയി. ഇത് വലരുള്ളില് നിങ്ങളെ കളി പോലെ തന്നെ. ഇത് ഇപ്പുറത്ത് വന്നില്ല, അതിനെ കുത്തണ്ട. ഇനി പിടിച്ചോ, അതിനെ കൊണ്ട് പിടിച്ചോ. കുത്ത് മണ്ണിന്റെ ഉള്ളിൽ പോന്ന നല്ല കുത്ത്. അതാ പുറത്തേക്ക് വന്നിട്ടാ. ഇല്ല അതിന് മണ്ണ്. തലപിടി പോയാ. അതല്ല മലിഞ്ഞിൻ. രണ്ടിനെ കൊണ്ട് പിടി. ഇതിന് മാത്രം നിങ്ങളെ മുമ്പിൽ ഈ സാധനം വരുന്ന ഞാൻ വിരിക്കുന്നു. ഇത് വേഗണ്ടല്ലോ, വീടൊക്കെ സൈഡായോണ്ട് തന്നെ പൊട്ടിപ്പോയി. കഴുനായി കളിക്കാൻ കളിക്കുന്നു. ഇത് എത്ര നാലാമത്തെ നാലാമത്തെ സാധനം കിട്ടിയിട്ട് ഇതിന് ബാറ്റന്ന് നളം നല്ല വീട്.
എല്ലാം കൂടി ഒരു 5 ആക്കാം നമുക്ക്. അങ്ങോട്ട് പോണ്ട, അവിടെ 2 സാധനം ഉണ്ട്. അവിടെ 2 ഉണ്ടാ കൊയ്യന്റെ അമ്പിനെ കൊണ്ട് അവിടെ കിട്ടും, നമുക്ക് കുത്താൻ കിട്ടില്ല രാവിലെ സാധനം കണ്ടേ. സാധനം കണ്ടോ? കാരണം നമ്മള് കുത്തിയിട്ട് ഇത്രപ്പാട് കിട്ടില്ലല്ലോ അല്ലേ, 2 കിട്ടലുണ്ട്, 2-3 കിട്ടലുണ്ട്. ഞാൻ അതിനെ നിക്കില്ലോ, അത് അത്രയും കിട്ടില്ല. പക്ഷെ ഇന്ന് എല്ലാരും ഉണ്ടായോണ്ട് കുറച്ച് ആവേശമാക്കിയോണ്ട് കിട്ടിയ സാധനം കാണിച്ചതാ. നോക്കിയാട്ടെ ജീവനെ എഞ്ഞു പോന്ന നോക്കിയട്ടെ. ഇത്രയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന സാധനം. ഇതിൽ ചാവണത്ര കുറേ നല്ല അടിപൊളി കിട്ടാലും മൊത്തം ചത്തിന്. എന്റെ ചെങ്ങ ഇത്രപ്പാട് ഇത് ബൈക്കിൽ പോകാൻ ഇത്രപ്പാട് സാധനം നമുക്ക് 5 പറഞ്ഞാൽ 5 നല്ല കിട്ടില്ല സാധനം. കുക്കിംഗ് ആക്കട്ടെ രാവിലെ. നമുക്ക് രാവിലെ നല്ല വെളിയത്തിൽ ഇതിനെ പറ്റിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. നമ്മളിതിന്റെ വഴുക്കാളി സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. സാധനം കൊണ്ടുവരുന്നുണ്ട് നമ്മള്. അപ്പൊ സംഭവം നമ്മള് നാളെ രാവിലെ കുക്കിംഗ് വീഡിയോ കാണിച്ചു രാവിലെ. അപ്പൊ തൽക്കാലം ഇതാണ് കിടക്കട്ട്, ബാക്കി വീഡിയോ രാവിലെ. ഓക്കെ ടീക്കോ. ബില്ല് അയക്കെല്ലാം കിട്ടിയിട്ട് പായലും വിളിച്ചിട്ട് എന്നാ ഈ പരിപാടി. ഇവിടെ കാലുകൾ പ്രത്യേകിച്ച് വള്ളലുണ്ട്. അതന്നെ മംഗളഹർമ്മ രാവിലെ കൊതുക് തിരിയിൽ ആരംഭിക്കണം. കൊതുക് തിരിയിൽ ആരംഭിക്കണം. ആദ്യം എന്തോ മാറി. അപ്പൊ സംഭവിച്ചു നമ്മളെ ഈ ഒരു സംഭവത്തിന്റെ രാവിലെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലുണ്ട് പിന്നെ ചടങ്ങ് ഇല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല. ഇത് തെക്ക് ദിക്കിലൊന്നും കൊടുക്കണ്ടാവില്ല. തെക്ക് ദേശ ഇത് തെക്ക് ദിക്കിലും ഈ കിഴക്ക് ദിക്കിലും അല്ല എല്ലാ ദിക്കിലും കുഴിച്ചിട്ട് ഫുഡിൽ പാറി വീണക്കല്ല. സംഭവം ഇവിടെ ഇരിക്കണമെന്ന് പിന്നെ കൊതുകിരി വേണണ്ടാവില്ലേ. സംഭവം നമ്മളെ എന്താ പറയാ, മഴ പെയ്താ പിന്നെ നമുക്ക് കുക്കിങ്ങിന് സ്ഥലമില്ലാണ്ടാവും. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും സ്പോട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ചെമ്മീൻകളായാലും കണ്ടലിനുള്ളിൽ ആയാലും നമ്മുടെ സ്പോട്ട് ഏതെങ്കിലും ചാപ്പി കയറിക്കോളാം, അടയിൽ കൂടിക്കോളാം, അത്രയും പരിപാടി ഇല്ല, വേറെ രക്ഷയില്ല. ബാക്കി എല്ലാ സ്പോട്ടിലെ ആളാണ്. ഞായറാഴ്ച അല്ലെങ്കിൽ വള്ളം കളിയാണ്, വള്ളം കളി കാണുന്നില്ല. മീനൊരു പരിപാടി ആക്കണം. എന്തെല്ലാം ഇത് വേണല്ലോ അല്ലെ. മഴക്കാലത്ത് ഒരു ടെന്റ് പണിക്കണ്ടാവില്ല നമുക്കൊരു ടെന്റിന്റെ കുറവുണ്ടല്ലേ. വലിയ ടെന്റ് എവിടുന്ന് കിട്ടും? ട്രോഫിക് കിട്ടും, പൈസ വേണ്ടേ? യൂട്യൂബ് പോയിട്ട് വലിയ ആളായിട്ട് പണിക്കാം. ഒരു വലിയ ടെന്റ് രാവിലെ ഒന്നും നോക്കണ്ട, 1.5 ടെന്റ്, 2 ഏക്കർ 2 ഏക്കർ ടെന്റാ. എന്നാ ഇത് പച്ചക്കറി ഇടാനാ. എന്നാണത്. അപ്പൊ നമ്മ ഇന്നലെ അടുത്ത മലിഞ്ഞാണ് ചെറുങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നല്ലേ രാത്രി. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഇതുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ബഴുക്കൊന്നും കളഞ്ഞെടുക്കണ്ടാവല്ലേ. ഞാനെന്താ എടുത്തിട്ടുണ്ട് നീ അടുക്ക്. അപ്പൊ സംഭവം അല്ലേ, അധികാക്കി ഇതിനെ ബഴുക്കളയാൻ ഭയങ്കര പണിയാന്നെല്ലാം പറയലുണ്ട്. അപ്പൊ നമ്മ ഇതിന് എളുപ്പ പോയി കണ്ടുപിടിച്ച സാധനം നമ്മളെ ഇതില്ലേ രാവിലെ സ്ക്രബ്ബർ സ്റ്റീലിന്റെ ഇത് ഇട്ട് വരച്ചാണ്ട് അതിന്റെ ബഴുക്കല്ല അതിന്റെ തൊലിവരെ കളിപ്പോ. ഇതിനെ കൊണ്ട് വരച്ചാണ്ടല്ല, ഇതിനെക്കൊണ്ട് വൃത്തിയാകാത്ത സാധനം ഇല്ല. ഇത്രയും മലിഞ്ഞ് നമ്മൾ എടുത്തോണ്ടിട്ട് രാവിലെ. അപ്പൊ ഇതിനെല്ലാം വരച്ച് ക്ലീനാക്കി എടുക്കണം ആദ്യം. എല്ലാം വരച്ചിട്ട് കല്ലുപ്പലിട്ട് ക്ലീനാ. കണക്കൊന്നും ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ, നല്ല മഴ വരെ. അനക്കൊന്ന് വച്ച് ക്ലീൻ ആക്കി കാണിക്കാൻ തോന്നുന്നല്ലേ. ഞാൻ വരെ വലിയ മഴ മോനെ. അതിന്റെ വെളുപ്പുണ്ടായി. പക്ഷെ ശരിക്കും മാറ്റം ഇതാ ഇങ്ങനെ സാധനം ഇങ്ങനെ ഉണ്ട ബോള്, സ്റ്റീൽ ബോള്. പക്ഷെ ഇനി അതിന്റെ അധികം വഴുക്കൊന്നും കളയാൻ പാടില്ല അല്ലേ. ഒരു കാര്യം ചെയ്ത് ഒച്ച കാണിച്ചിട്ട് കാണിക്കാം. പിന്നെ അതിനെ വരച്ചിട്ട് വൃത്തി നോക്കിട്ടെ. ശരിക്കും കളറൊന്നും പോവാൻ പാടില്ലേ. ഇതെല്ലാം പോവും. പക്ഷെ എന്നാലും നമുക്ക് അമ്പിരിപ്പൊടി ആക്കിയതല്ലോ. നോക്കട്ടെ ഏതാ സാധനം നോക്കട്ടെ. ഈ ചൈനക്കാരെ കളിക്കുന്നുണ്ട്. ഏതാ കളർ നോക്കറല്ലേ. പിന്നെ അല്ല നല്ല ചെറിയ കാണിക്കുന്നുണ്ട്. ഉപ്പും കൂട്ടി തിന്നോ പച്ചക്ക്. നല്ല വൃത്തിയായി കൈരാവിലെ രാവിലെ. ഇത് വലിയ സംഭവമൊന്നും രാവിലെ. കുറെ മസാലപ്പൊടികളൊന്നും ഇല്ല. നമ്മളെ സാധാരണ പറങ്ങിപ്പൊടി, മഞ്ഞപ്പൊടി എടുത്ത. ഇത് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മിക്സ് ആട്ടോ. മിക്സോ വേറെ എടുക്കാൻ പാടില്ലായിട്ട്. ഉപ്പ് അത് ചിലപ്പോ അധികം ഞാൻ വണ പയ്യ നോക്കിയിട്ടാലോ. ഞാനൊരു പറഞ്ഞിരുന്നാളല്ലേ കൊക്ക്. കൊക്ക്
ഇതേട്ടാ ശ്യാമെല്ലാം വരുന്നത് അരമണിക്കൂർ അങ്ങനെ നിക്കട്ടല്ലേ? ഒരു അരമണിക്കൂർ ഇങ്ങനെ നിക്കട്ടെ, പിടിക്കട്ടെ. ഒരു അരമണിക്കൂർ കാത്ത് കേട്ടാ. സംഭവം എല്ലാം റെഡി ആവൂലേ? എല്ലാം പിടിച്ച അരമണിക്കൂർ. പക്ഷെ ഇനി കുറച്ച് വെള്ളം വേണം കേട്ടോ. എന്നാ സംഭവം വെച്ചാൽ നല്ല വേവുണ്ട്, കുറച്ച് വേവുണ്ട്. ജയിൽ പുള്ളികളൊക്കെ നിൽക്കുന്നതിന്റെ ഉള്ളിൽ. ഇനി നമ്മള് സാധിച്ചിട്ടുണ്ട്. അതിന്റെ നെയ്യാ നോക്കട്ടല്ലേ? കുരുമുളകും കൂടെ പാറ്റി കൊടുക്കണം. ആ കുറച്ച് വെളിച്ചെണ്ണ കൂടെ സെറ്റ് ആവും. സാധനം ഗ്യാസ് ഓഫാക്കറ. ആ രാവിലെ പോയി നമ്മ സാധനം നല്ല പറ്റിയിട്ടുണ്ടോ? റെഡിയാണ് ചേട്ടാ. സാധനം ചേട്ടെ അടിച്ചേ അടിച്ചേ. നല്ല പൊറോട്ടയും കൂടി പിടിക്കാൻ പോട്ടാ. പൊറോട്ട കൂടി പിടിക്കേണ്ട സാധനം നല്ല മണം. സ്മെല്ലേറിയോ? നല്ല മണം വരുന്നു. സാധനം സെറ്റാ, സാധനം സെറ്റാ. അമലായി സാധനമായി. എന്തോ കണ്ടുപിടിച്ചിട്ട് വരും. അമ്മ എന്തോ അമലെന്തോ കണ്ടുപിടിച്ചിട്ട്. എന്നാ കണ്ടുപിടിച്ചു? വാളാ. തെയ്യവാളാ. കണ്ണൂരിലെങ്കിൽ ഏലും ഉണ്ടാവും. ഈ സംഭവം എന്ന് പറഞ്ഞാലേ പുണ്യ നദിയിൽ ഒഴുക്കി വിടണം. ഇതിൽ ഒഴുക്കുന്ന വാള്, തെയ്യത്തിന്റെ വാളത്. എടുക്കണ്ട പോട്ട്. അതെ അമ്മനെ തൊട്ടാ എനിക്ക് ഇതാവും. അങ്ങനെ തൊട്ടാ എനിക്ക് വെളിച്ചപ്പാടൊക്കെ തുള്ളിക്ക് തോണിയിലും പോയി അപഭ്രംശം ഉണ്ടാവും അല്ലേ? വേണ്ട പൊറോട്ട തരത്തിട്ട് അതെയാ വെക്ക്. രാവിലെ മലിനീനും പൊറോട്ടയും. മലിഞ്ഞിന് പൊറോട്ടയും. പണ്ടിലെല്ലാം മലിഞ്ഞിന് അവിലാണ്. നിങ്ങൾ അത് വേർഷം മാറ്റി. ശരി കേട്ടാ. ആ പിന്നെ അങ്ങോട്ടേക്ക് നൂജനാകുമ്പോ പിന്നെ ഇങ്ങനെ ഉണ്ടോ? നൂജനാകുമ്പോ അങ്ങനെ ഉണ്ടോ? തട്ട് തട്ട് തട്ട്. അഞ്ച് കഞ്ഞിയും പറ്റിയതും പൊറോട്ടയും. ഇത് ഒറ്റക്ക് ഞാൻ തന്നെ തീർക്കേണ്ടിയിരിക്കും. ഞാൻ തന്നെ അതിന്റെ ആളടാ അമലുണ്ടാടാ. തുടങ്ങാനല്ലേ? അടിപൊളി. നമ്മളാ ഫ്രിഡ്ജിൽ വെച്ചതിന്റെ ഒരു ഇതുണ്ട്. അമൽ സത്യം പറഞ്ഞു. ആ ഫുഡിന്റെ എക്സ്പെർട്ട് ആയതുകൊണ്ട് സത്യം പറഞ്ഞു. കുറച്ച് പൊറോട്ടയും മുക്കിട്ട് കൊറേ കയ്യങ്ങ. ഇതിൽ ആരെല്ലാം കയ്യാന്നങ്ങ കുറച്ചിങ്ങനെ എടുക്കുക. കൈ നോക്കണ്ട. കുത്തരിച്ചോറ ഇരിക്കുന്നുണ്ട്. കുത്തരിച്ചോറ ഉണ്ട്. നമുക്കാവില്ല. നമുക്ക് റേഷല്ലേ സാധനം നല്ല അടിപൊളിയായിട്ടുണ്ടാ. ഇത് കിട്ടിയ ആരും ഇങ്ങനെ ആക്കാൻ മറക്കണ്ടേട്ടാ. നല്ല ടേസ്റ്റാ. അത് മരുന്ന്. ഓ ചീച്ചോണ്ട് നോക്കട്ടെ. ധനുഷ് ഇങ്ങനെ ബിഗിലേ പോലും അടിപൊളി പോലെ. രാവിലെ എങ്ങനെയുണ്ട്? ഞാൻ തിന്നാൻ മുമ്പേ എങ്ങനെയുണ്ട് പറയാൻ കഴിയാ. പക്ഷേ അരിപ്പൊടി ഇങ്ങനെ കുറച്ച് കൊടുക്കണേ. അത് അവരുടെ ട്രഡീഷണൽ. ഇത് നമ്മ ട്രഡീഷണൽ ഒഴിവാക്കിട്ട് നമ്മളതായ പഴയതന്നെ അരിപ്പൊടി ഒഴിവാക്കി. മുള്ളു വേറ ഇറച്ചി വേറ നോക്കിയാ അതിങ്ങനെ നമ്മ മോതിരാക്കില്ലേ? അതിട്ട് മോതിരണ്ടാക്കും. ചാലിട്ട് പെരക്കേന അതിന് കുറച്ച് കഷ്ണം കൂടി വെക്ക്. അതിനെടുക്ക്. അതിന് നല്ല രസം. ചാലിട്ട് കുഴക്ക്. ഇതിന്റെ ടേസ്റ്റ് ആരാ നോക്കുന്നത്? ഞാൻ പഠിച്ചോരേ. ആരാ നോക്കുന്നത്? ഇല്ല നോക്കോ നോക്കോ.
എങ്ങനെ എങ്ങനെ അത് പറഞ്ഞിട്ടുണ്ട് കാര്യം. ഞാൻ അങ്ങനെ ആക്കട്ടെ രാവിലെ. അടിപൊളിയാ. നീ അങ്ങനെ ആക്ക്. ഞാനും പോയി അങ്ങനെ ആക്കേ. നീ അങ്ങനെ നിക്കോ കുറെ സമയം. അവ സംഭവം അത്രയല്ലോ. അപ്പൊ ഇന്നലെ ഞായറാഴ്ച നല്ലൊരു വീഡിയോ അല്ലേ? പിന്നെ നാളെ മലിനെ നോട്ട് വെച്ച് നമ്മളെ വീഡിയോ വരണത്. നോട്ട് ഇതെപ്പ നോട്ട് ഇട്ടിച്ചെന്നറിയോ? വീഡിയോ തുടങ്ങുമ്പോ 3 കൊല്ലം. അപ്പൊ എത്രയായി? 3 കൊല്ലം ഈ സംഭവം പിടിക്കാൻ. അതിനിടക്ക് ഒറ്റ നേരം കിട്ടിയതല്ലേ? ഒറ്റ കിട്ടി. ഇങ്ങനെ കൊറേ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നത്. ആദ്യമായിട്ട് നല്ല വീഡിയോ കൊണ്ട് കിട്ടുന്നു. വീഡിയോ കൊണ്ടിട്ട് കിട്ടുന്നു. അതന്നെ. അവ അത്രയല്ലോ. പുതിയ വീഡിയോ ഇരുന്നാലേ ആർക്കൊന്നും പുറത്തേക്ക് വരില്ല. പൊറോട്ട ഇതിലെ കൂടി തിങ്ങിന്നു ബായിലേക്ക്. എനിക്ക് വേണമെങ്കിൽ വേഗം വന്നാൽ കിട്ടുന്നുണ്ടാവില്ലേ? കിട്ടില്ല വേഗം വന്നോ.